എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഒരു ഫുഡ് ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഫ്രൈഡ് റൈസും ചെട്ടിനാട് ചിക്കൻ കറിയും. അപ്പം ഈ ചെട്ടിനാട് ചിക്കൻ കറി വറുത്ത് തേങ്ങയൊക്കെ ചേർത്ത് വറുത്തരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ നോർമൽ വെക്കുന്ന ചിക്കൻ കറിയെക്കാട്ടിലും രുചി വ്യത്യാസമാണ് എങ്കിൽ പോലും പക്ഷേ ഈ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കൂടെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ടോ. ഞാനങ്ങനെ കഴിച്ചതുകൊണ്ട് പറയുകയാണ്. അങ്ങനെ അത് രണ്ടും കൂടെ അതിൽ എന്താ പറയുക, ഒരു നന്നായിട്ട് ഈ സാധാരണ പറയല്ല ഫ്രൈഡ് റൈസും ചിക്കൻ കറി സാധാരണ നോർമൽ ചിക്കൻ കറിയാണല്ലോ നമ്മൾ സാധാരണ വെച്ച് കഴിക്കുക. പക്ഷെ ഇതങ്ങനെയല്ല, നമ്മളിപ്പോൾ ചെട്ടിനാട് സ്റ്റൈലിലാണ് വെക്കുന്നത് എങ്കിൽ പോലും നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരിക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതാണ്ട് ഒരു 3 ഗ്ലാസ് ബിരിയാണി അരി എടുത്തിട്ട്, എനിക്ക് ഇഷ്ടം ബസ്മതി റൈസ് ആയിട്ടോ. എപ്പോഴും എല്ലാത്തിനും ഉപയോഗിക്കാം, ബിരിയാണിക്കാരും ഉപയോഗിക്കാൻ ഇഷ്ടം ബസ്മതി റൈസ്. അപ്പോൾ ഞാൻ കൂടുതലും ബസ്മതി റൈസ് ആണ് ഞാൻ വാങ്ങിച്ച് ഇവിടെ ഒരു 2 കിലോ ബസ്മതി റൈസ് വെച്ച് ഞാൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. കാരണം ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വാരി വെള്ളം തോരാനായിട്ട് ഞാൻ ഇതിൽ വെച്ചിട്ട് നല്ലപോലെ വെള്ളം തോന്നുകയാണ്. പിന്നെ ഞാനൊരു 3 പച്ചമുളക് എടുത്തു. പിന്നെ അതേണ്ട 2 ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞ് വെച്ചു, ബീൻസ്, പിന്നെ 2 സവാള ഞാൻ ഇതുപോലെ നീളത്തിൽ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചു. പിന്നെ കറുവപ്പട്ട, ഇത്രയും കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, അതൊക്കെയാണ് ഇത്രയും വെച്ചിട്ടോ. ഒരു 6 ഗ്രാമ്പു, ഒരു 4-5 ഏലക്ക, ഇത്രയും കറുവപ്പട്ട. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട്. നമുക്കിതിന് നെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആദ്യം അരി കഴുകി വെള്ളം വാലാൻ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അത് വെള്ളം വാരി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് പാത്രം ഞാൻ അടുപ്പേ വെച്ചു. നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കത്തിക്കാം. പാത്രം വെച്ച് ഗ്യാസ് കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുകയാണേ. ഞാനിപ്പം ടിന്നോടുകൂടി ഒഴിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് അത് എന്താ 1 സ്പൂൺ പറയാതിരിക്കും, ഒരു വലിയ സ്പൂൺ എന്ന് പറയാമായിരിക്കാം. അപ്പം അതിനകത്തേക്ക് നമുക്ക് അരിയെ നമുക്കൊന്ന് വാർത്തെടുക്കാം. അപ്പോൾ ആദ്യം നെയ്യൊന്ന് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് അതിനകത്തേക്ക് അരി ഞാൻ ഇടുവാണ്. ഉണ്ടാ 1 മണി അരി പോലും കളയണ്ട. നെറ്റ് ആകുമ്പോഴേ അതിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ കുത്തിയൊക്കെ നിൽക്കുക അരി. അപ്പോൾ അതിനെ കൂടെ ഞാനെടുത്ത് ഇതിലേക്ക് ഇട്ടു. അപ്പോൾ നമുക്കിതിനെ ഒന്ന് വാർത്തെടുക്കാം. കണ്ടോ, ഈ നെയ്യ് അരി ഇങ്ങനെ മൊത്തത്തിലൊന്ന് പിടിക്കട്ടെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ നമ്മളിപ്പോൾ 1 ഗ്ലാസ് അരിക്ക് അറിയാലോ, 1.25 അല്ല, ഒരു 2 ഗ്ലാസ് അല്ലേ, 1.25 2 അതിനിടയ്ക്ക് വെച്ചിട്ട് വെള്ളം വെക്കാമെന്നുണ്ടെങ്കിൽ ഈ അരി നമുക്ക് ഈ ചോറിനെ നമുക്കങ്ങ് പറ്റിച്ചെടുക്കാം. അത് വെച്ചാൽ വെള്ളം ഇല്ലാണ്ട് ചോറ് വേവിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എനിക്ക് അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും ഇഷ്ടം വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിനകത്തേക്ക് തന്നെ പട്ട, ഏലക്ക, ഗ്രാമ്പു, ഇത് ഇത്രയും ഞാൻ അതിലേക്ക് തന്നെ ഇട്ടു. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം കൊടുക്കാൻ പോവാണേ. വെള്ളം കൊടുത്തിട്ട് ഞാൻ ഈ ചോറിനെ ഒന്ന് വേവിച്ചുകൊണ്ട് വരാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടുന്നാലും മറന്നു പോയത്. എന്നാൽ ഞാൻ വെള്ളം ഒഴിച്ചു. അപ്പോൾ നമ്മൾ ഉപ്പിടുമ്പോഴേ, നമ്മൾ ഈ ചോറ് വെള്ളത്തിൽ ഉപ്പിടുമ്പോൾ ഉപ്പ് ഇച്ചിരി മുമ്പിലോട്ട് നിൽക്കണം, ഒരു ലേശം. അപ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറിനകത്ത് ഉപ്പ് കറക്റ്റ് പരുവായിരിക്കും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിച്ചോളുക. വെള്ളത്തിൽ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നല്ല ഒരു ഉപ്പിൻ്റെ രുചി ഉണ്ടാവണം. അപ്പോൾ ചോറിനകത്ത് നമ്മൾ ചോറ് ഊറ്റിയെടുക്കുമ്പോൾ നല്ല കറക്റ്റ് ഉപ്പ് ചോറിനകത്ത് ഉണ്ടാവും. അപ്പോൾ വേണ്ടേ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ചോറിനെ നമുക്ക് ഊറ്റിയെടുക്കണം കേട്ടോ. ആ സമയം കൊണ്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ, അപ്പോൾ ഇത് ചോറ് വേവാനായിട്ട് തന്നെ ഇത് ഒരുവിധം ആയി വേവാണേ. അപ്പോൾ ഇതിങ്ങനെ കിടന്ന് വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇത് വെന്തൂറ്റുന്ന സമയം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ 2 മുട്ട എടുത്ത്, ഇത് ഡബിൾ കരുവിൻ്റെ മുട്ടയായിരുന്നു, വലിയ മുട്ട, കോഴിയുടെ ഡബിൾ കരുവുള്ള മുട്ടയുണ്ട്. അപ്പോൾ ആ മുട്ടയാണ് എടുക്കുക. അപ്പോൾ അതാ ഇങ്ങനെ ഇരിക്കുന്നത്, അത്രയും കരുമഞ്ഞ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 മുട്ട എടുത്ത് ഞാനിങ്ങനെ ഒന്ന് പതപ്പിച്ചെടുത്ത് വെച്ചു. പിന്നെ ഞാൻ ആ നേരത്തെ എടുത്ത പച്ചമുളക് ഈ രീതിയിലൊന്ന് അരിഞ്ഞും വെച്ചു. എന്നിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചേട്ടോ, നെയ്യ് ഒഴിക്കണം. എന്നിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഞാൻ ആദ്യം സവാള അരിഞ്ഞ് വെച്ച് സവാള ഇട്ടു. നമുക്ക് ഈ സവാളയൊന്നും ജസ്റ്റ് ഒന്ന് വഴച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ക്യാരറ്റ്, കണ്ടോ ചെറിയ പാത്രമായിട്ട് ഇരിക്കുന്നില്ല, അനുസരണ ഇല്ലണ്ടോ. എന്നിട്ട് ഞാനിനി അതിനകത്തേക്ക് എന്താ ചെയ്യാൻ പോകുന്നറിയാമോ, ക്യാരറ്റും ബീൻസും കൂടി ഇതിനകത്തേക്ക് തന്നെ ഇടാൻ പോവാണേ. അപ്പോൾ വേണ്ടേ, ഞാൻ അതിലേക്ക് തന്നെ ബീൻസിനെ എടുത്തിട്ടു, ഇത് അരിഞ്ഞ് വെച്ച ക്യാരറ്റിനെ എടുത്തിട്ടു. ഉണ്ടല്ലേ ക്യാരറ്റും ബീൻസും ഒക്കെ കിടക്കുന്ന കാണാനായിട്ട്. എന്നിട്ട് ഞാൻ എടുത്ത് വെച്ച പച്ചമുളകിനെ ഇട്ടു. അപ്പം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു മെയിൻ കാര്യം ചേർക്കണ്ടേ, ഉപ്പ്. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി നെയ്യും കൂടി ചേർക്കാം. ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക്. ഞാൻ സ്പൂണൊന്നും അല്ല, ഞാൻ ആ കുപ്പിയിൽ നിന്ന് എടുത്ത് അങ്ങനെ ചേർച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അറിയാലോ, ഏകദേശം കണക്കിൽ അങ്ങനെ തന്നെ എടുത്തോളുക. അപ്പോൾ ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ പോകണം അതിലേക്ക്. അപ്പോൾ ഇതിന് ഞാനൊന്ന് വേവിച്ചുകൊണ്ട് വരാം.
അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ബീൻസും ക്യാരറ്റും സവാളയും പച്ചമുളകും എല്ലാം കൂടെ വേവിക്കാൻ വെച്ചു. മറു സൈഡിൽ ഇവിടെ കിടന്ന ചോറ് വേവുന്നുണ്ട്. അപ്പോൾ എളുപ്പമായി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മുട്ടയും ചിക്കൻ തൂത്താം. അപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ. ഇതെല്ലാം വെന്തിട്ട് ഞാൻ തിരിച്ച് വരുന്നതായിരിക്കും. അണ്ട ഇങ്ങനെ ഒരു എന്താ പറയുക 3 ഗ്ലാസ്സിനുള്ള അതാണ്ട് ഇങ്ങനെ ഒരു പാത്രം അണ്ട കറക്റ്റാണ്. ഇത്തരം പാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം. എൻ്റെ കുറേ പാത്രങ്ങൾ കണ്ടിട്ടില്ലേ, പക്ഷേ ഇതൊക്കെ എവിടെയാണെന്നുള്ളത് സർപ്രൈസാണ്. ഞാനിത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് പറയാം. എൻ്റെ ഓരോ വീഡിയോ കാണുന്നവർക്കത് മനസ്സിലാവും ഞാനിതൊക്കെ എവിടെ നിന്നാണ് വാങ്ങേണ്ടത്. നല്ല പാത്രങ്ങളാട്ടോ എല്ലാം. അപ്പോൾ അതൊക്കെ എവിടെ നിന്നാണെന്നുള്ളത് ഞാൻ പിന്നീട് ഇങ്ങനെ ഓരോരോ വീഡിയോകൾ വരുമ്പോൾ ഞാനത് കാണിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ ക്യാരറ്റും ബീൻസും സവാള പച്ചമുളകൊക്കെ നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനെ ഞാനൊരു മറ്റു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മുട്ട അപ്പോൾ ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ആ പാത്രത്തിൽ തന്നെ ഇപ്പോൾ വഴറ്റിയ പാത്രത്തിൽ നമുക്ക് മുട്ടയും കൂടെ ഒന്ന് ചിക്കി തോർത്താം. വലിയ പാത്രം നല്ല വിസ്താരമുള്ള പാത്രം എടുക്കുന്നെങ്കിൽ ഇതിനെ സൈഡിലോട്ട് ഒതുക്കിയിട്ട് വേണമെങ്കിൽ ചിക്കി തോർത്തി എടുക്കുകയോ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ തന്നെ ഇനി മുട്ട എടുത്തുകൊണ്ട് വന്ന് നമുക്ക് മുട്ടയെ ഒന്ന് ചിക്കി തോർത്തെടുക്കാം. അപ്പോൾ മുട്ടയ്ക്കകത്തും ഉപ്പിടാൻ മറന്നു പോകരുത്. നമ്മൾ മറ്റേ അതിനകത്ത് ബീൻസിനകത്ത് ക്യാരറ്റിനകത്തും ഒക്കെ ഉപ്പിട്ട് മുട്ടയ്ക്കകത്ത് ഞാനൊരു ലേശം ഉപ്പിടുകയാണ്. നമുക്ക് പെട്ടെന്ന് ചിക്കി തോർത്തെടുക്കാൻ പറ്റും. മുട്ടയല്ലേ, മുട്ടയെ ഞാൻ ചിക്കി തോർത്തിയെടുത്തു. ഞാൻ മുട്ടയെ ചിക്കി തോർത്ത മുട്ടയെ ഞാൻ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ വീണ്ടും മറ്റേ നമ്മൾ ചോറ് വെച്ച പാത്രം എടുത്ത് ഇതിലേക്ക് വെക്കാൻ പോകണം. അതാണ്ടേ ചോറ് വെച്ച പാത്രം എടുത്ത് ഞാൻ വീണ്ടും ഞാൻ ഇതിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നമ്മൾ ആ ചോറിനെ ഇങ്ങനെ എടുത്തു. അപ്പോൾ വേണ്ടേ ചോറിനെ എടുത്ത് ഞാൻ ഇങ്ങനെ ഇടുന്ന കണ്ടോ, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട ഞാൻ ഈ ചോറെടുത്ത് ഇങ്ങോട്ട് ഇട്ട് മോളെ അത്ര ഭാഗം ഞാൻ ചോറ് മൊത്തത്തിലെടുത്ത് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പാത്രത്തിൽ തന്നെ ഇട്ടു. എന്നിട്ട് ഞാനിനി ഞാൻ തീ ഇട്ടിട്ടുണ്ട് കേട്ടോ. തീ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, തീ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഞാനിനി അതിനകത്തേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുവാണേ. സ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. പിന്നെ ഞാൻ ആ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ എടുത്ത് വഴറ്റി വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്തേക്ക് എടുത്തിടുകയാണ്. മുട്ടയും എടുത്തിട്ടു. ശങ്കര മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്യരുത് കേട്ടോ. 10 മിനിറ്റ് ഇങ്ങനെ തന്നെ കിടക്കണം. കാരണം എങ്കിലേ ചോറിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. പാത്രം ചെറുതായതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ആദ്യം ഞാൻ ഇട്ടത്. പക്ഷേ എനിക്ക് തോന്നി 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിനകത്തേക്ക് ഇട്ടാൽ കൊള്ളാം എന്നൊരു തോന്നൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനകത്തേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ സ്പൂണെന്ന് പറയുമ്പോൾ അതാണ്ട് ഇതാട്ടോ, നോക്കിയേ, കുഞ്ഞ സ്പൂണാണ്. ഈ പൊടിയൊക്കെ എടുക്കുന്നതിന് ചെറിയ സ്പൂണാണ്. ആ മറ്റൊരു പാത്രത്തിലെ ഒരു ചരുവത്തിലിരിക്കുന്നത് എൻ്റെ ജൂലിക്കും ശങ്കരനും ഉള്ള ചിക്കൻ വേവിക്കുവാണേ. അപ്പോൾ അവർക്ക് മഞ്ഞപ്പൊടി ചേർത്തിട്ടാണ് ചിക്കൻ നമ്മൾ വേവിക്കുന്നത്. അപ്പം അതാണ് മറ്റൊരു പാത്രത്തിൽ അപ്പുറത്തെ സൈഡിൽ കാണുന്നതായിട്ട് എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ്ട് എൻ്റെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഇളക്കി എല്ലാം നന്നായിട്ട് വെച്ച് കുറച്ചുകൂടി പിന്നെ ഞാൻ 1 സ്പൂണും കൂടെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രൈഡ് റൈസ് റെഡി. ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല. ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ട് തീ ഓഫ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ ഇതിനൊരു കറിയും കൂടി റെഡിയാക്കാൻ പോവാണ്. ഒരു ചിക്കൻ ചെട്ടിനാടും കൂടി ഞാൻ ഇതിനകത്തേക്ക് റെഡിയാക്കാൻ പോവാണ്. ഞാൻ ഇത്രയും ചെട്ടിനാട് ചിക്കൻ, അതായത് ഇത്രയും ഞാൻ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോ 3/4 കിലോ കാണുമായിരിക്കും. എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് ഈ ഒരു പാത്രത്തിൽ ഇത്രയും ചിക്കൻ ഇട്ടിട്ടുണ്ടേ. അപ്പം എന്നിട്ട് ഞാനിനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. 1/2 കിലോ ചിക്കനാണോ? മമ്മി പറഞ്ഞു അത് 1/2 കിലോ ചിക്കൻ ഉണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടു.
പിന്നെ ദേ ഞാൻ ഒരു നാരങ്ങയുടെ നീരെടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്തു. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അല്ലേ, എന്ത് സാധനമായാലും നമ്മൾ മിക്സ് ചെയ്യുമ്പം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചു. ചിക്കൻ്റെ ഇച്ചിരി വെള്ളം കൂടെ ഇറങ്ങി, കുറച്ച് നേരം ഇരുന്നിട്ട് വെള്ളം ഊറ്റി കളയേണ്ടതായിരുന്നു, പക്ഷേ അത് ഇത്രയും ചിന്തിച്ചില്ല കേട്ടോ. അല്ലാണ്ട് ഞാൻ ഇതെല്ലാം പുരട്ടിയൊക്കെ വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു 30 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കാം. അപ്പോൾ വേണ്ട ഞാൻ ലൈറ്റ് കത്തിച്ചു. ഇതിനകത്ത് ഞാനിപ്പം 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ചെറിയൊരു സ്പൂൺ പെരിഞ്ജീരകം, ജീരകം, കറുവപ്പട്ട, ഗ്രാമ്പൂ. ഒപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് വറ്റൽമുളകും കൂടി ഇടുന്നുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചുകൊണ്ട് വരാം. അപ്പം ഒരു പൊടിയോളം ഓയിൽ കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനൊരു ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു ഓയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് തേങ്ങ തിരുമ്മി വെക്കാൻ മറന്നു പോകണ്ട. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇടണം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മൂത്തിട്ട് നമുക്ക് തേങ്ങയും കൂടി അതിനകത്ത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇത് മൂത്തിട്ടുണ്ട്. ഞാനിനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർക്കുകയാണ്. ഇവിടെ ഓൾറെഡി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ചിക്കൻ ഈ പറഞ്ഞതുപോലെ 1/2 കിലോയ്ക്ക് 3/4 കിലോയ്ക്ക് ഇടയ്ക്കുള്ള ചിക്കനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഓരോരുത്തർക്കും അവരുടെ അരപ്പിനനുസരിച്ചിട്ട് ചിക്കൻ അനുസരിച്ചിട്ട് മസാലകൾ കൂട്ടാവുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാനിതിപ്പോൾ കുറച്ച് മസാലയെ ചേർക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയേ ചെയ്യുന്നുള്ളൂ. അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ബ്രൗൺ നിറമാകണം. അതുവരെ നമ്മളിതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി തേങ്ങയും കൂടി ഇട്ടു. അപ്പോൾ ശരി, ഞാനിതിനെ ഒന്ന് വറുത്തെടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ഞാനിപ്പോൾ അതിനകത്തേക്ക് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 3-4 വലിയ വെളുത്തുള്ളിയും കൂടി അതിനകത്ത് ഇടന്നിട്ട് ഞാൻ ആ തേങ്ങയോടൊപ്പം അതും കൂടി എടുത്തിട്ടു. അപ്പോൾ എന്നിട്ട് നമ്മളിത് വഴറ്റുന്ന സമയം കൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതേ കുറച്ച് ചുവന്നുള്ളി, പക്ഷേ ഇത്രയും വേണ്ട എനിക്ക്. പക്ഷേ ഇതിപ്പോൾ മമ്മിയായി ചുവന്നുള്ളി പൊളിച്ച് തന്നത്. അപ്പോൾ അതുകൊണ്ട് മമ്മി ഇത് പൊളിച്ച് തന്നതുകൊണ്ട് ഇത്രയും പൊളിച്ചു തന്നു. പക്ഷേ ഇത്രയും വേണ്ട, നമുക്ക് ഇതിൻ്റെ കുറച്ചെടുത്താൽ മതി. ഞാൻ അത് ആവശ്യമുള്ള എടുത്ത് കാണിച്ചു തരാം. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സൈഡ് ചുവന്നുള്ളി നമ്മളൊന്ന് പൊളിച്ച് വെക്കുക. എന്നിട്ട് പിന്നെ ഇഞ്ചിയും കുറച്ച് ക്ലീൻ ചെയ്ത് വെക്കുക. ഇത് 2 കാര്യങ്ങൾ ഓർത്തില്ല. അപ്പം ഇതിപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തുകൊണ്ടേ ഇരിക്കുക, വറുത്ത് കംപ്ലീറ്റ് ആവട്ടെ. അപ്പോൾ തേങ്ങയും എല്ലാം നന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് തണുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 കൂട്ടം സാധനം കൂടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ, ആ പാനിലേക്ക് തന്നെ ഞാൻ ഇനി കുറച്ച് ഓയിൽ ഒഴിക്കാൻ പോവാം കേട്ടോ. ഞാൻ അതിലേക്ക് ഈ ചെറിയ ഉള്ളിയെ ഒന്ന് വഴറ്റിയെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഇടുന്നത് ഞാൻ കാണിച്ചു തരാം, എത്രത്തോളം ഞാൻ ഉള്ളി ഇടുന്നുണ്ടെന്നുള്ളത്. കുറച്ച് മതി കേട്ടോ, ഇത്രയും ഉള്ളി മതി. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. മമ്മി അരിഞ്ഞത് ഇത്രയും ഉള്ളി ഞാനങ്ങ് മാറ്റി വെച്ചു. നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിടാം. ഈ അടുക്കള ജോലിയിൽ ഇഷ്ടമില്ലാത്ത 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ ചെറിയുള്ളി കുത്തിയിരുന്ന് പൊളിച്ചരിയുന്നത്, ബാക്കിയൊന്നും കുഴപ്പമില്ല. പക്ഷെ പിന്നെ തേങ്ങ തിരുമുന്നത് എനിക്ക് ഇഷ്ടമല്ല. തേങ്ങ തിരുമുന്നത് പക്ഷെ നമ്മൾ തിരുമ്മിമ്പല്ലേ പറ്റുള്ളൂ. പക്ഷേ തേങ്ങ തിരുമുന്നത് ഇഷ്ടമല്ല. ഈ ചെറിയുള്ളി കുത്തിയിരുന്ന് പൊളിക്കുന്നതും തേങ്ങ തിരുമുന്നതാണ് ഇഷ്ടമില്ലാത്ത 2 ജോലി ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളേ. അപ്പം ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് വരട്ടെ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് 2 കാര്യം ഇടുന്നത് പറഞ്ഞാൽ, ഒന്ന് ഇഞ്ചി അരിഞ്ഞിട്ടു. പിന്നെ ഇത്രയും പുളി, ഞാൻ തക്കാളിയല്ല ചേർക്കുന്നത്, ഈ പുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഈ പുളിയും കൂടി ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടിയാണ് ഞാൻ മിക്സിയിൽ അരച്ചെടുക്കുന്നത്. അപ്പം അരയ്ക്കണമെന്നുണ്ടെങ്കിൽ ലേശം വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ. അപ്പോൾ ഉള്ളി വഴറ്റിയെടുത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇനി ആ അരപ്പെടുത്ത് ചേർക്കാൻ പോവാണ്. അപ്പോൾ അരപ്പെടുത്തിട്ടിട്ട് മമ്മി ആ മിക്സിയിൽ അരപ്പെടുത്ത് ഇങ്ങോട്ടൊന്നിട്ട് മമ്മിയെ. അപ്പം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഞാൻ ആ മസാല നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ഇത്.
വെള്ളം ചേർത്തായിരുന്നു എടുക്കണം. ഓ നല്ല മണം കേട്ടോ ഈ അരപ്പിന്. നല്ല മണം. അപ്പോൾ അതേണ്ടേ അതൊന്ന് വാറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഈ ചിക്കനെ എടുത്ത് അതിനകത്തോട്ട് ഇടുവാണേ. ചെട്ടിനാട് ചിക്കൻ ഈ ഒരു നിറമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു നിറം വരുന്നത് അതിന്. അതെ നന്നായിട്ട്. അപ്പോൾ എപ്പോഴും ചിക്കൻ ഒന്നും ഓർത്തുകൊള്ളുക, നമ്മളിതൊക്കെ ഇടുമ്പോൾ തീ കൂട്ടി തന്നെ വെക്കണം. വാടിപ്പോകരുത്, പോയാൽ വേവത്തില്ല. ഇതിനകത്തോട്ട് തന്നെ ഒഴിച്ചു മമ്മി. എൻ്റെ മമ്മി ആ ജാറ് കഴുകി ഇതിനകത്തേക്ക് തന്നെ ഒഴിക്കുക. ഉപ്പില്ല, നമുക്കിനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുക്കാം. അപ്പോൾ ഇവിടെ കിടന്ന് ഇത് നന്നായിട്ട് വേവട്ടെ. വെന്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതേണ്ടേ എൻ്റെ ചെട്ടിനാട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചെട്ടിനാട് ചിക്കൻ ഈ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വിതറുക. ഒന്ന് അരിഞ്ഞിടാമായിരുന്നു, പക്ഷേ അതിന് മെനക്കെട്ടില്ല ഞാൻ. അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ ഇട്ടു. മല്ലിയില വേണമെങ്കിൽ ഒന്ന് നമുക്ക് അരിഞ്ഞിടാവുന്നതേ ഉള്ളൂ. അപ്പം എൻ്റെ ചെട്ടിനാട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസും ചെട്ടിനാട് ചിക്കൻ കറിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, സൂപ്പറാട്ടോ, സൂപ്പർ. പക്ഷെ വേറെ രുചിയാട്ടോ. ഞാൻ ഈ ചില കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞാൻ ഇതും പറയുക. ടേസ്റ്റൊക്കെ കൊള്ളാം, പക്ഷെ എന്നാലും നമ്മൾ സാധാരണ ചിക്കൻ കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തേങ്ങയും ആ മസാലയും എല്ലാം കൂടെ ചേർത്ത് അരച്ചതുകൊണ്ട് വേറെ ഒരു രുചിയാട്ടോ ഇതിന്. എനിക്കറിയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ മീ? മമ്മിക്ക് സാധാരണ ചിക്കൻ കറിയോടാണ് ഇഷ്ടമായതുകൊണ്ട് മമ്മിക്ക് ഈ പറഞ്ഞ പോലെ മസാലയൊക്കെ വറുത്തരച്ച് തേങ്ങയൊക്കെ വറുത്തരച്ച് ഈ കറിയോട് മമ്മിക്ക് അത്ര ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ സ്വാദ് വന്നില്ല. സാധാരണ ചിക്കൻ കറി വെക്കുന്ന സ്വാദല്ല ഇതിന് നമ്മൾ ഈ രീതി ചെയ്തുകൊണ്ട് വേറൊരു സ്വാദാണ്. അപ്പം അത് ഞാൻ എടുത്തു പറയുകയാണ്. ഇതിന് വേറൊരു സ്വാദാണ്. അപ്പം ഞാനത് അങ്ങനെയുള്ളത് അങ്ങനെ തന്നെ ഞാൻ പറയണമല്ലോ. അപ്പം പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ഒരേ സ്റ്റൈലിൽ ചിക്കൻ കറിയൊക്കെ കൂട്ടുന്നവർക്ക് വ്യത്യസ്ത ഒരു രുചി വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെട്ടിനാട് ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ്. പിന്നെ പുളിക്ക് പകരം തക്കാളി വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഇന്ന് പുളിയാണ് ലേശം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എൻ്റെ ചെട്ടിനാട് ചിക്കൻ കറി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഞാനിനി ഇതൊരു ബൗളിലേക്ക് പകർത്തു കേട്ടോ. എൻ്റെ ഫ്രൈഡ് റൈസും ചെട്ടിനാട് ചിക്കൻ കറിയും കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവരോടും ടാറ്റാ.